സൗഫി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് പിന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ തന്നെ നമ്മളത് ഒഴിവാക്കി. ഓരോ നേരത്തെ സിറ്റുവേഷൻസ് ആണല്ലോ. അടുത്ത ഫോർച്യൂണറിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത്. ഫോർച്യൂണർ വാങ്ങണതല്ലല്ലോ, നമുക്ക് എന്താന്ന് വെച്ചാൽ ഫോർച്യൂണർ പിന്നെയും വാങ്ങാം. രക്തബന്ധങ്ങൾ അങ്ങനെ വാങ്ങാൻ കഴിയില്ല. സ്വയം കരുവാരി തേച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അത് നമുക്ക് അത് ആസ്വദിക്കണമെങ്കിൽ നമ്മള് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കണ്ടേ. അല്ലാതെ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഫോർച്യൂണർ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ സൗഫി ചക്കരയുടെ കുഞ്ഞിനെ കാണാൻ വരാത്ത രക്തബന്ധം തന്നെ ആയിരിക്കും. അതായത് വീട്ടിലൊരു ടേബിൾ തീരേണ്ട പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ കമന്റ്സ് വരുമ്പോ അതില് അവർക്ക് ഞാൻ പറയല്ലോ, ഇപ്പൊ നമുക്ക് അവര് ചാനൽ സ്വന്തമായിട്ട് ഉള്ളപ്പോ അവർക്ക് അവരുടെ തിരി കയറ്റാൻ വേണ്ടി കുറച്ച് കമന്റ്സ് വരുമ്പോ അവരത് കാണുമ്പോ അവർക്കത് ഇടങ്ങാറാവുമ്പോ അവരതിന് റിപ്ലൈ കൊടുക്കുമ്പോ അത് ഇപ്പുറത്ത് വലിയ പ്രശ്നമാവും. ചെറിയ സിസ്റ്റേഴ്സ് തമ്മിലുള്ള സൗന്ദര്യ പണക്കപ്പങ്ങളാണ്. ഇപ്പോ ഇവളുടെ ക്ലിപ്പ് പോയി കഴിഞ്ഞാല് തെറ്റെടുക്കും. ഇവളല്ല, സാധാരണ സിസ്റ്റേഴ്സ് എന്താവും, ഇന്റെ ചുരിദാർ ഓടിട്ട് പോയി, അല്ലെങ്കിൽ ഇന്റെ കുട്ടിയുടെ ഇത് മുറിക്കുമ്പോ ഇജ്ജ് വന്നില്ല, ചിലപ്പോ അങ്ങനത്തെ ഓരോ സംഭവങ്ങളാവാം. ഞാൻ ഓൽക്കൊക്കെ നമ്മള് ചാനല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്റെ അത്ര ഇത് ഓൽക്ക് അറിയണ്ടോന്ന് ഞാൻ വലിയത്തരം പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ആളുകൾ എങ്ങനെ പറയും, ആളുകൾ ഏത് രീതിക്ക് എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളങ്ങനെ ഒഴിവാക്കലാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയൂല, കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ട്. വീട്ടിലൊരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയത്തെ ആളുകൾ അതിൽ ഒരിക്കലും കുറ്റമല്ല, കാരണം നമ്മൾ പറയേണ്ടതാണല്ലോ അവരത് കേൾക്കുന്നത്. നൗഫലിന് ഒരു വൈഫ് വന്നല്ലോ. അപ്പൊ മരുമോളെ ആണോ നൗഫലിനെയാണോ കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഞാൻ മരുവോളും അമ്മായിയും മുണ്ടല്ലാതെ എല്ലാ കമന്റും അമ്മായിമ്മ മരുവോളോട് മുണ്ടൂല, മരുവോളം അമ്മായിമാനോട് മുണ്ടൂല. വൈകുന്ന കമന്റുകളൊക്കെ അങ്ങനെ മുണ്ടുന്നത്. ഞങ്ങൾ ഒരു 10 മിനിറ്റ് വീഡിയോ. ഈ 3 മക്കളിൽ ആരോ പാവം? അത് മാത്രം പറയണ്ട. അങ്ങനത്തെ ചോദ്യം ശരിക്കും ഉമ്മാനോട് ചോദിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്നതാണല്ലേ. ആണോ? 3 ആളും ഒരുപോലെ. ഈ 3 പേരുടെ നുള്ളിയെ വരുത്തണ്ടായില്ലേ? അതുപോലെ തന്നെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മുടെ സൗഫി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അത് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നത്, അത് ഒരു എന്താ പറയാ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് പിന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുകൊണ്ട് അത് പബ്ലിക്കിൽ തന്നെ നമ്മളത് ഒഴിവാക്കി. പബ്ലിക്കിൽ പറയേണ്ടിയില്ലായിരുന്നു തോന്നിയോ? അങ്ങനെ പബ്ലിക്കിൽ പറയേണ്ടിയില്ലായിരുന്നു. നമ്മൾ തന്നെ വിചാരിച്ചു തന്നെയാണ് പബ്ലിക്കിൽ. അത് ചിലപ്പോൾ ഓരോ നേരത്തെ സിറ്റുവേഷൻസ് ആണല്ലോ. പിന്നെ നമ്മൾ അതിന്റെ ഒരു ഇതിൽ കൈകാര്യം ചെയ്തു. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ എല്ലാരും തമ്മിൽ ഓക്കെ ആണ്. അപ്പൊ ഈ സൗഫി ചക്കരയുടെ കുഞ്ഞിനെ കാണാൻ വരാത്ത വന്നല്ലോ. കണ്ടോ? കണ്ടു. വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, ചില രക്തബന്ധം തന്നെ ആയിരിക്കും. അതില് ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഞാൻ ഓൽക്കൊക്കെ നമ്മള് ചാനല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ചിലപ്പോ ഇന്റെ അത്ര ഇത് ഓൽക്ക് അറിയണ്ടോന്ന് ഞാൻ വലിയത്തരം പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കിത് 4-5 കൊല്ലമായി ഞാൻ അത് തുടങ്ങി. ഈ ആളുകൾ എങ്ങനെ പറയും, ആളുകൾ ഏത് രീതിക്ക് എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവർക്ക് ആ നേരത്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോ ഒന്ന് പിന്നിലോട്ട് അതിന്റെ ഭവിഷ്യത്തും കൂടി നോക്കിയാൽ മതി. നമ്മളങ്ങനെ ഒഴിവാക്കലാണ് ഓരോ കാര്യങ്ങൾ. എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയൂല, കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ട്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിലൊരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയത്തെ ആളുകൾ അതിൽ ഒരിക്കലും കുറ്റമല്ല, കാരണം നമ്മൾ പറയേണ്ടതാണല്ലോ അവരത് കേൾക്കുന്നത്. അപ്പൊ അവരോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് 2 പേരോടും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന ഇഷ്യൂ കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അത് തീർത്തു. ഈ സൗഫി നൗഫലും ചക്കരേനെ പോലെ അല്ല. ചക്കര കുറച്ച് എല്ലാ കാര്യങ്ങളും ദേഷ്യപ്പെടുന്ന ആളാണെന്ന് പറയുന്നത്. ദേഷ്യപ്പെടലുണ്ടോ? ചക്കര ചെറിയ കുട്ടികള്. അപ്പൊ അതിന്റേതായ ദേഷ്യപ്പെടൽ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അതായത് വീട്ടിലൊരു ടേബിൾ തീരേണ്ട പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ കമന്റ്സ് വരുമ്പോ അതില് അവർക്ക് ഞാൻ പറയല്ലോ, ഇപ്പൊ നമുക്ക് അവര് ചാനൽ സ്വന്തമായിട്ട് ഉള്ളപ്പോ അവർക്ക് അവരുടെ തിരി കയറ്റാൻ വേണ്ടി കുറച്ച് കമന്റ്സ് വരുമ്പോ അവരത് കാണുമ്പോ അവർക്കത് ഇടങ്ങാറാവുമ്പോ അവരതിന് റിപ്ലൈ കൊടുക്കുമ്പോ അത് ഇപ്പുറത്ത് വലിയ പ്രശ്നമാവും. ഇപ്പുറത്തെ അങ്ങനെ അതായി പോയാ. ഇത്തായ എന്താ തമിഴ്നാട്ടിൽ വിവാഹം കഴിപ്പിച്ചേ? നമ്മളെ സിറ്റുവേഷൻ അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മള് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊളിച്ച ആൾക്കാരല്ല. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം
എന്താ നെറുകതിക്ക് മറ്റേ പറഞ്ഞമാര് ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവര് ഉമ്മയും വാപ്പയും എടുത്ത തീരുമാനമാണ്. അപ്പൊ അവരടിപൊളിയായിട്ടല്ലേ? അടിപൊളിയായിട്ട്. ഇക്കടെ മക്കളെ കാണാൻ ചക്കര വന്നിട്ടില്ലേ? ഇല്ല, അവരെത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. അവര് വരാന്ന് പറഞ്ഞത് കാരണം അവരിപ്പോ പോയിട്ട് കുറച്ചായിട്ടുള്ളൂ. അവര് ഏകദേശം അവര് 3 മാസത്തോളം ഓലും കൂടി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓര് പറഞ്ഞു ഇന്നോ ഈ അടുത്ത മാസം അല്ല അടുത്ത ആഴ്ചയൊക്കെ അവര് വരാം പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നോളിന്ന് പറഞ്ഞു. മറ്റോര് വന്നായിരുന്നു, മൂത്താള് വന്നായിരുന്നു. ഇക്ക അനിയത്തിക്ക് ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കാറുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ആർക്കും ഉപദേശം ഒന്നും കൊടുക്കാറില്ല. പെങ്ങന്മാർക്ക് വിളിക്കൂല, പെങ്ങന്മാരെ വിവരങ്ങൾ അറിയില്ല. ഇന്റർവ്യൂക്കല്ലേ പറയുന്നത്, ഇന്റർവ്യൂ ആക്കട്ടെ. പെങ്ങന്മാരെ ഇങ്ങോട്ടും വിളിക്കൂല, ഇവരെ അങ്ങോട്ടും വിളിക്കൂല. അത് പെരേലാണ്. ഇവര് എന്താ വെച്ചാൽ ഇവർക്കൊരു വർത്താനം പറയുന്നതിൽ ഒരു കുറച്ച് പേടിയുണ്ടായിരുന്നു. സഹോദരങ്ങൾ തമ്മില് അതെന്താ അങ്ങനെ? അത് അവർക്ക് ചെറുപ്പം മുതലേ പേടിയിൽ ഒരു ജീവിച്ച ആൾക്കാരാണ്. ജീവിതം മൊത്തം സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരല്ലേ? നിങ്ങൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരല്ലേ? ഒരുമിച്ചു ഇവര് ചക്കര ഒരുമിച്ച് ഒരു ഇതിലായിരുന്നു. മറ്റോള് വേറെ ആയിരുന്നു. എന്റെ അമ്മേനെ നോക്കിക്കണത് ഈ പറഞ്ഞ മാതിരി ഇബലമാതിരി തന്നെയായിരുന്നു. രണ്ടിനെയും കൂടി നോക്കാൻ പറ്റാണ്ട് മഞ്ഞത്താക്കി. അങ്ങനെ ഈ ഇഷ്യൂ വന്നപ്പോ പലരും പറയുന്ന അടുത്ത ഫോർച്യൂണറിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നതെന്ന്. അത് ആൾക്കാർക്ക് എന്ത് പറയാലോ. ഫോർച്യൂണർ വാങ്ങണതല്ലല്ലോ നമുക്ക്. എന്താന്ന് വെച്ചാൽ ഫോർച്യൂണർ പിന്നെയും വാങ്ങാം, രക്തബന്ധങ്ങൾ അങ്ങനെ വാങ്ങാൻ കഴിയില്ലല്ലോ. പൈസക്ക് വേണ്ടിട്ട് നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ നമ്മളതിന് നിന്നില്ല എന്ന് മാത്രം. സ്വയം കരുവാരി തേച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ള? ഒരു കാര്യമില്ല. അത് നമുക്ക് അത് ആസ്വദിക്കണമെങ്കിൽ നമ്മളെ എല്ലാരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കണ്ടേ. അല്ലാതെ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഫോർച്യൂണർ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ ഇടപെടുന്നത് നൗഫലിക്കയാണോ ഉമ്മ? അങ്ങനെ കുടുംബ പ്രശ്നം ഞങ്ങളോട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രശ്നം അതോ അതിന് നിന്നു. അത് പ്രശ്നം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അത് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇതൊരു പ്രശ്നമായിരുന്നു മാത്രമേ ഉള്ളൂ. ചെറിയ സിസ്റ്റേഴ്സ് തമ്മിലുള്ള സൗന്ദര്യ പണക്കപ്പങ്ങളാണ്. ഇപ്പോ ഇവളുടെ ക്ലിപ്പ് പോയി കഴിഞ്ഞാല് തെറ്റെടുക്കും. ഇവളല്ല, സാധാരണ സിസ്റ്റേഴ്സ് എന്താവും, ഇന്റെ ചുരിദാർ ഓടിട്ട് പോയി അല്ലെങ്കിൽ ഇന്റെ കുട്ടിയുടെ ഇത് മുറിക്കുമ്പോ ഇജ്ജ് വന്നില്ല. ചിലപ്പോ നേരത്തെ ഓരോ സംഭവങ്ങളാവാം, അത്രേ ഉള്ളൂ. ഉമ്മ ഉമ്രയ്ക്ക് പോയിട്ട് വന്നപ്പോ വേഗം തിരിച്ചിവിടേക്ക് എത്തിയല്ലോ. അത് അധികം ദിവസം നിന്നില്ലേ? 15 ദിവസം നിന്നല്ലോ. ആരും നിന്നില്ല. പെട്ടെന്ന് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. എവിടുന്ന് ഉമ്ര കേട്ടോ? ഞാൻ 2 മാസത്തൊന്നും പോയിട്ടില്ല. അത് ഓല് കൊണ്ടുപോകും, ഓല് കൊണ്ടാക്കും. കൊണ്ടുവരുമ്പോ പോരേണ്ടി വരും. പോരണ്ടാന്നൊക്കെ അവിടെ മുക്കിലും കൂടിയിലൊക്കെ നിക്കാൻ വിചാരിച്ചു. റേഷൻ കാർഡൊന്നുമല്ലല്ലോ, പാസ്പോർട്ടോട്ടാ പോയിക്കണതേ. നല്ല വീട് അവര് അങ്ങനെ. ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്ക് വലിയ കുഴപ്പമില്ല തോന്നില്ലേ? ഇതൊന്നും അറിയാതെ വന്നിക്കണേ, മറ്റൊന്ന് പഠിച്ചിട്ട് വരണ്ടേ. നിങ്ങൾ ഈ കമന്റ്സ് നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തുന്നതല്ല, നമുക്ക് കമന്റ്സിന് എങ്ങനെ റിപ്ലൈ തരണം അറിയണ്ടേ? അത് പൊട്ടന്മാരെ പറയുള്ളൂ. 15 ദിവസം ഒരു ഉമ്മറക്ക് 15 ദിവസമാണ്. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പോണതും കൂട്ടും, ഒരു ദിവസം നമ്മൾ അവിടുന്ന് വരുന്നതും കൂട്ടും. 13 ദിവസം നമുക്ക് അവിടെ. അതൊന്നല്ല, നമ്മൾ ഇവിടുന്ന് ഒരു പാക്കേജ് എടുത്തു. ഇന്നത്തെ കാലത്ത് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഉമ്മ പോയത് 85,000 റുപ്യാണ്. അത് എല്ലാരും കൊടുത്തിക്കണം. അപ്പൊ 20 ആളോ 30 ആളൊക്കെ ഉള്ളത്. 20 ആളല്ലോ. അത് ആ കൊണ്ടോണ അമീർ എന്ന് പറയും. ആള് എത്ര ദിവസം അവിടെ ഇരുത്തണ്? ഓല് പോരുമ്പോ പിന്നാലെ പോരേണ്ടി വരും. കൂടുതൽ ദിവസം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. എല്ലാം കഴിഞ്ഞു, എല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം വിസ 2-3 മാസം കഴിഞ്ഞ് വിസക്ക് ഉണ്ട്. നമ്മളെ പൈസ അത്രേ കൊടുക്കണുള്ളൂ. അപ്പൊ ആ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് പോരാ. ഈ 3 മക്കളിൽ ആരോമ്മ പാവം? അത് മാത്രം പറയണ്ട. അടുത്ത പ്രശ്നം കൊണ്ടല്ല. അങ്ങനത്തെ ചോദ്യം ഒന്നും ശരിക്കും ഉമ്മാരോട് ചോദിക്കരുത് ഒരു ഇന്റർവ്യൂവിൽ. ഇന്റർവ്യൂ മാത്രല്ല, പൊതുവെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്നതാണല്ലേ. ആണോ? 3 ആളും ഒരുപോലെ. ഈ 3 പേരുടെ നുള്ളിയെ വരുത്തണ്ടായില്ലേ? തന്നെ ഉണ്ടാവൂലേ? ഉണ്ടാവും. 3 മക്കളും ഒരുപോലെയാണ്.
ഇക്ക ഇങ്ങനെ പലരും കുറെ പേര് പറയുന്നുണ്ട് ഇക്കൊട്ടും റൊമാൻറ്റിക് അല്ല, വീഡിയോസിലായാലും ഇക്ക തന്നെ പറയുന്നുണ്ട് ഇക്കൊട്ടും റൊമാൻറ്റിക് അല്ല. നല്ല റൊമാൻറ്റിക് അപ്പൊ ഇപ്പൊ മാറി. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് വീണ്ടും ഒരു കുട്ടി ജനിച്ചു. എന്നിട്ട് പറയാ ഈ റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ കുട്ടി ഉണ്ടായെന്ന്. കുട്ടി ഉണ്ടാവുമ്പോ റൊമാൻറ്റിക് വേണമെന്നില്ലല്ലോ. എന്താ റൊമാൻറ്റിക് അല്ലേ? എന്ത് റൊമാൻറ്റിക്? എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതും കൂടി കാണിക്കാലോ. ഏത്? നിങ്ങളുടെ റിയൽ ലൈഫ് ഫുള്ള് വീഡിയോയില് കാണിക്കുന്നില്ലേ? റൊമാൻറ്റിക് വീഡിയോയില് കാണിക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രം കാണിച്ചാൽ മതിയല്ലോ. അത് പറഞ്ഞ എന്താണ്? കാണിക്കാത്തിട്ടിട്ടേ പ്രശ്നം, അതും കൂടി അതിനത് വലിയ പ്രശ്നം. അതൊക്കെ നമ്മളെ പേഴ്സണൽ അല്ലേ. സിനു എന്താ പറയാ, ഇക്കക്ക് റൊമാൻസ് ഉണ്ടോ? റൊമാൻസ് ഒക്കെ ഉണ്ട്. ഈ വീഡിയോയില് കാണുന്ന പോലെയാണോ ഇക്ക ശരിക്കും വീട്ടില്? എന്താ രൂപം മാറിയോ? വീഡിയോയില് വർത്താനം പറയും, വീട്ടിലല്ലാണ്ട് വർത്താനം പറയില്ല. പറയില്ല. ആ ഒരു വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അതിന്റെ വീഡിയോയുടെ മുന്നിലല്ലേ. വീഡിയോ ഒരാൾക്കാരോട് അവർക്ക് എന്താന്നറിയാ, ആരെങ്കിലും കണ്ട മാനക്കെട്. ഒരാളെ മൂത്തോക്ക് വർത്താനം പറയില്ല. അത് പറയുന്നത് ആരെങ്കിലും വരും ഉള്ളിൽ പോയി കുട്ടികൾക്കും അവരോട് വർത്താനം പറയല്ലേ. എടുത്തിരുത്തി ഊക്കുകയാണെങ്കിൽ ഒരു പാകമല്ലല്ലോ. പിന്നെ ഇത് നോണയാണെന്ന് പറയാൻ പറ്റൂല. ഒന്ന് ഉമ്മ ഒന്ന് ഭാര്യയാണ്. ആരോട് എന്ത് പറയുന്നത്, എന്തോ പറഞ്ഞോട്ടെ. അവർക്കെന്താ അല്ല പൊതുവെ ചെറുപ്പം മുതലേ തന്നെ അങ്ങനെയാണ്. ഒരാളോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ചിലവരങ്ങനെയല്ല ഉണ്ടാവുക. അത് ചിലര് ബന്ധുക്കാരൊക്കെ കേറി വരുമ്പോ അപ്പൊ എന്താ പുറത്തിറങ്ങാത്ത, ഇപ്പൊ കക്കൂസ് പോയാ ഒരു പോകോളാണ്. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ഇപ്പൊ ഇവിടെ ഇപ്പൊ എപ്പോഴും നൗഫലിന്റെ കൂടെ അല്ലേ, അപ്പൊ നൗഫലിന്റെ മക്കളെ എപ്പോഴും കാണാൻ പറ്റും. സഹോദരിമാരുടെ മറ്റേ കുട്ടികളുടെ മക്കളെ കാണാൻ പറ്റില്ല. അവരുടെ മക്കളെ കാണാൻ എപ്പോഴും പറ്റില്ലല്ലോ. എപ്പോഴും അവർ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ വീഡിയോ കണ്ടിട്ടാണോ സംതൃപ്തിപ്പെടുന്നത്? വീഡിയോ കാണൂ. ചക്കന്റെ കുട്ടിയാണെങ്കിലും സൗഫിയുള്ള കുട്ടികളാണെങ്കിലും കാണും. ആണ്. അവിടെ പോയി നിക്കാൻ ആഗ്രഹമുണ്ടോ ഇവരുടെ കൂടെ അല്ലാതെ? ഒന്ന് മാറി ചിന്തിക്കേ. ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു ദിവസം 2 ദിവസമൊക്കെ. പോലെ നേരെ അതിൽ കൂടുതൽ പറ്റൂല. എന്താ നൗഫലിന്റെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം? നൗഫലിന്റെ കൂടെ പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ നാടാണ്. ഇവല്ല പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോകും, ഇവണ്ട് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പം അവർക്ക് തോന്നില്ലേ നൗഫലിനാണ് കൂടുതൽ ഇഷ്ടം? നമ്മക്ക് അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. മകളെ കെട്ടിച്ച പിന്നെ ഓരോ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നാട്ടുകാർക്ക് അങ്ങനല്ലേ, ആ മക്കള് ഒപ്പല്ലേ ഉമ്മാരുണ്ടാവുള്ളൂ. പിന്നെ കണ്ണൂര് കോഴിക്കോട് അവയ്ക്കൊക്കെ ഒരു ഭാര്യ വീട്ടിൽ കൂടെ ഇരിക്കും. ആ ഒരു ഇത് നല്ലതായിരുന്നു. ഒക്കെ നമ്മള് ഒന്നിച്ചിട്ട് തന്നെയല്ലേ. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെയല്ല. രാജ്യം ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറഞ്ഞ രാജ്യം. നിങ്ങളൊരു രാജ്യത്താ? ഏതാ രാജ്യം? പാലക്കാട് ജില്ല. അതൊരു രാജ്യമാണോ? പിന്നെന്താ രാജ്യം തന്നെയല്ലേ. പാലക്കാട് രാജ്യമല്ലേ? അങ്ങനത്തെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞില്ലേ. രാജ്യം എന്ന് പറഞ്ഞ മാറി ജില്ല എന്ന് പറയും. പാലക്കാട് ജില്ല കേട്ടോ. നമ്മളെ കേരളത്തിൽ പെട്ടതാ. എന്ത് കേരള രാജ്യല്ലേ? പിന്നെന്താ കറക്റ്റ് അല്ലേ? ഓ അപ്പൊ സംസ്ഥാനം ഏതാ? അറിയില്ലട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചാനലിന്റെ. ഞാൻ ആകെ 4 വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുള്ള വിദ്യാഭ്യാസം. അതിനിപ്പോ ഇന്ത്യ രാജ്യം 1-ാം ക്ലാസ്സിന്റെ പറഞ്ഞിട്ടുണ്ട്. രാജ്യം പഠിക്കാൻ പറ്റും, ജില്ലകൾ പഠിക്കാൻ ഇങ്ങനെ ആ പ്രസൻസ് ഇതില് പറയില്ല നമ്മളെ ഇന്ത്യ എന്റെ രാജ്യമാണ്. നമ്മള് പ്രയറിൽ പറയല്ലോ ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്, ഞാൻ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. ഞങ്ങള് പറഞ്ഞു ആ രാജ്യം നിറഞ്ഞ പാലക്കാട്, ഞാൻ പാലക്കാടിനെ സ്നേഹിക്കുന്നു. കറക്റ്റ് അല്ലയോ? വന്നതും പൊട്ടുള്ളതും പൊട്ടെന്ന്. ഉമ്മാക്ക് ഇപ്പം നൗഫലിന് ഒരു വൈഫ് വന്നല്ലോ, അപ്പൊ മരുമോളെ ആണോ നൗഫലിനെ ആണോ കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ മരുകളും അമ്മായിയും ഉണ്ടല്ലാതെ എല്ലാ കമന്റും ആണോ? പിന്നെന്താ, അമ്മായിമ്മ മരുകളോടും മുണ്ടൂല, മരുകൾ അമ്മായിമാനോടും മുണ്ടൂല. എഴുതുന്ന കമന്റുകളൊക്കെ അങ്ങനെ മുണ്ടുന്നത്. ഞങ്ങൾ ഒരു 10 മിനിറ്റ് വീഡിയോ
ചിലപ്പോ അതിൽ അതിന് കൊറേ മുണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ എന്താ പിന്നെയും പറയുന്നിട്ട് മുണ്ടൂല. ഇപ്പൊ എന്താ ഇതിലൊക്കെ പറയേണ്ട അർത്ഥം? ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുടുംബക്കാരൊക്കെ വിളിക്കാറുണ്ടോ ഉമ്മാനെ? കുടുംബക്കാരങ്ങനെ വിളിക്കില്ല, നാട്ടുകാർ വിളിക്കും. എന്താ വിളിച്ചിട്ട് പറയാ? സൂപ്പറാണ് സൂപ്പറാണ്. ഈ ഉമ്മാക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഓഫിലൊക്കെ വിടുവോ? വിടും. ഇങ്ങോട്ട് വിട്ടല്ലേ. എന്താ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? പോവും. ഞാന് സിനിമ വേണ്ടല്ലോ, അങ്ങനെ പോയാ പോലെ. ഞാൻ മരിച്ചോളം ഇങ്ങനെ പോവുക. എങ്ങനെ ഇങ്ങനെ യൂട്യൂബ് ഉണ്ടോ? സൗഫിയുടെയും സൗഫിയുടെയും ചക്കരയിലും എല്ലാരും നിൽക്കും. എല്ലാവരുടെ വീഡിയോയിലും ഉമ്മ അഭിനയിക്കാറുണ്ടോ? അവിടെ പോകുമ്പോ അല്ല അങ്ങനെ ഇതില് ആക്കുമ്പോലെ അതിനാക്കില്ല. ഇല്ല. ഈ പുറത്തിറങ്ങുമ്പോ ആൾക്കാർക്ക് തിരിച്ചറിയില്ലേ? പിന്നെന്താ ഇഷ്ടമായി. അവരൊക്കെ വന്നിട്ട് എന്താ പറയാ? ഉമ്രക്ക് പോയിട്ട് മക്ക മദീന വെറും ഉമ്മയും മോനിരുന്നു. അതിനിരുന്നു ഒരു കിട്ടല. കാരണം എവിടെ പോയാലും തിരിച്ചറിയും. കിട്ടല. പ്രശ്നത്തിൽ ഇനിയിപ്പോ നമ്മള് വണ്ടി കോണായി നിന്നാലും ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടോ. അതെ, ഉമ്മയും മോനും പറഞ്ഞിട്ട് മക്ക മദീനയിലൊക്കെ നമ്മൊരു കിട്ടലല്ലേ. നമ്മൾ അറിയപ്പെട്ടില്ലേ? ആരും ഇല്ലാത്തോടത്തൊന്നും ഒന്നും ഇല്ലാത്തോടത്തൊന്നും നമുക്ക് കുറച്ച് ആൾക്കാരേലും ഇപ്പൊ കിട്ടും. എല്ലാം കൊണ്ട് ഞങ്ങള് ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വീടിന് വീടായി, എന്താണ് വണ്ടിക്ക് വണ്ടിയായി, പിന്നെ ജോലിക്ക് ജോലിയായി. യൂട്യൂബ് മാത്രല്ല, യൂട്യൂബ് കൂട്ടിയാലും ജോലിയായി, പിന്നെ മക്കൾക്ക് മക്കളായി. ഇപ്പൊ പിന്നെ എല്ലാരും ഒരുമിച്ച് പോകുന്നു. എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ പണ്ടത്തെ പാസ്റ്റ് നമ്മൾ ഒരിക്കലും മറക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൂടെ നമ്മൾ കടന്നുപോയി. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയൂല. ഇപ്പൊ ഉള്ളതും നമ്മൾ അടിപൊളിയായി ജീവിക്കുന്നു. അന്നും നമ്മൾ അടിപൊളിയായി ജീവിച്ചു. എന്നും അങ്ങനെ അടിപൊളിയായി ജീവിക്കട്ടെ എന്ന് നാളെ ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ഉമ്മ വിശ്വസിക്കുന്നുണ്ട് കണ്ണേറ് കമ്പയർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ? ഈ ഇപ്പൊ മക്കളുടെ വീഡിയോ ഇട്ടപ്പം ആരെങ്കിലും കണ്ണ് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കോ? കണ്ണ് വെക്കുന്നൊക്കെ എനിക്ക് വിശ്വാസം കേട്ടോ. അപ്പൊ ഉമ്മ ഈ മക്കളോട് പറയാറില്ലേ മോന്റെ വീഡിയോ ഇടണ്ട, ആരെങ്കിലും കണ്ണ് വെച്ചാലോ? വീടിടണ്ട, ഞങ്ങളെ പണിയില്ലേ. അപ്പൊ കണ്ടു വെച്ചാല് കുഴപ്പമില്ല. അല്ല, എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ നേരിടുക. അതിപ്പോ നേരിടാതിരിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് പേടിച്ചെങ്ങാണ്ട് ജീവിക്കാൻ പറ്റൂലല്ലോ ഒന്നും. പ്രശ്നം വരികയാണെങ്കിലോ അത് നേരിടുക, അത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഞാൻ തുടങ്ങുന്ന കാലത്ത് എനിക്കൊരു യൂട്യൂബ് ചാനലാണുള്ളത്. ഇപ്പൊ എനിക്ക് ടോട്ടലി 3 ഉണ്ട്. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നില്ലേ? നമ്മളതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു. അല്ലാതെ അതിന് നമ്മൾ യൂട്യൂബ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്താ അറിയോ? ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോ ടെൻഷൻ വരരുത് അല്ലേ? ആ ടെൻഷൻ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ മാനസിക രോഗം വരിക. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുമല്ലോ, ഓരിങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ, അതൊന്നും നമുക്ക് ആലോചിക്കാൻ പാടില്ല. ഇടക്കൊക്കെ ഓരോന്ന് വായിക്കും. ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിലാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഓരോന്ന് വായിക്കും. അപ്പം അതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നൂലേ? എനിക്കറിയില്ല കൊടുക്കാനേ. അല്ല, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയില്ലേ? ഞാൻ പിന്നോട് പറയടാ അങ്ങനെ എന്ത് പഠിത്തൊന്നുണ്ടായില്ലേ? നേരത്താള് വന്ന് ഇതൊക്കെ ഒന്ന് വന്ന് ഡിപ്രഷനോ? അല്ല, അമ്മായിമ്മയും മരുമകളും മുണ്ടുന്നില്ലാന്ന് പറഞ്ഞു. അമ്മായിമ്മയും മരുമകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു റെസ്പെക്ട് കൊടുക്കണ സംഭവം അല്ലേ? ചിലവരെല്ലാരും അങ്ങനെ ഒരേമാതിരി ആയിക്കോളുന്നില്ല. ഒരു ചിലപ്പോ ഉള്ളിലൊന്നും ഉണ്ടാവൂല, പക്ഷെ അവര് കൊടുക്കുന്ന റെസ്പെക്ട് ആകുമ്പോ ആളുകളുടെ കണ്ണിൽ ഇവര് മുണ്ടാത്ത മാതിരി. ഉമ്മ ഉമ്മയും അമ്മായിമ്മ അമ്മായിമ്മന്റെയാണ്. അങ്ങനെ കാണാത്തോലും ഉണ്ട്, കാണുന്നോലും ഉണ്ട്. ഈ അമ്മായിമ്മന്നൊരു പേര് അള്ള വെച്ചിട്ടില്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും. ആമിന എന്നല്ല പേര്. എനിക്ക് ചോദിക്കാനല്ലേ അറിയൂ, പറയാനറിയില്ലല്ലോ. അപ്പൊ ഉമ്മാനെ കാണുമ്പോ ഉമ്മാന്റെ സൗന്ദര്യം അത്ര നൗഫലിന് കിട്ടിയിട്ടില്ലല്ലോ. അതെന്താ? അത് ഉമ്മാന്റെ ചൊറുക്ക് കൊടു കിട്ടിയിട്ടില്ലാന്നോ? കള്ളട്ടന്മാരെ പറയുള്ളൂ. ഇതിനേക്കായി ചൊറുക്കാൻ പോകും. പക്ഷെ എനിക്ക് തോന്നണില്ല. എന്ത്? ഉമ്മാടെ അത്രയും ചൊറുക്ക്
നൗഫലിനുണ്ടായി നിറം കൊണ്ട് മാത്രല്ല ലോപ്പന്റെ ഒപ്പം നല്ല ഭംഗിയായിരുന്നു. ഭംഗിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നല്ല ഭംഗി നല്ല ഭംഗിയായി. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഉമ്മ? ലവ് മാരേജോ? പ്രണയ വിവാഹം? ആ പാലക്കാടല്ലേ, അവിടെ നിന്ന് പ്രേമിക്കാറ് അന്ന് പോണൊന്നുമില്ലല്ലോ. ആഗ്രഹം ഉണ്ടായിരുന്നു പ്രേമിക്കാൻ? ഇല്ല. ഈ വയസ്സാം കാലത്ത് ഓരോന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് അവർക്കും ഇല്ല ആഗ്രഹങ്ങൾ? ഇല്ലട്ടോ. ഇല്ല. ഉമ്മായ ബിഗ് ബോസ് വിളിച്ചാ പോവോ? വിൽക്കൂലല്ലോ. അതെ. ഓ അല്ല, വിളിച്ചാലോ? ഇങ്ങനൊന്നും വിളിച്ചൂല. എന്താ? വിവരല്ല. അവിടെ പോയിട്ട് ഇംഗ്ലീഷൊക്കെ പറയണ്ടേ? ഇംഗ്ലീഷൊക്കെ പറയേണ്ട ആവശ്യം എന്താ? അവിടെ വായിക്കാൻ കൊടുക്കൂല്ലോ എന്തായാലും. ആ പേപ്പർ വിളിച്ച് നിന്നിട്ട് ടാസ്ക് പറഞ്ഞ നല്ല കോലാവും. അതിനാ ടാസ്ക് പേരെന്നെ എഴുതാൻ വലിയ നിച്ചല്ല ടാസ്ക് പറയുന്നത്. നമുക്ക് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. നൗഫലിനെ വിളിച്ചാലോ? ഞാന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാണാൻ ഇഷ്ടമാണ്. അതിപ്പോ ഈ ഒരു സീസണേ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ കേട്ടോ ഇപ്പൊ അടുത്ത ഞാൻ കാണാൻ നിർത്തി. എന്താ വെച്ചാൽ ഫോണിൽ ഇതുണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിട്ടില്ല. പിന്നെ ടിവിയിൽ പൈസ ഇട്ടപ്പോ ഇഷ്ടമാണോ? കാണാൻ ഇഷ്ടമാണോ? അത് എനിക്ക് കാണാൻ ഇഷ്ടമാണ്. ഉമ്മാക്ക് യൂട്യൂബിൽ മാത്രം നിൽക്കാനാണോ ഇഷ്ടം? അതും ഇഷ്ടമൊന്നുമില്ല, വെറുതെ ഇഷ്ടമൊന്നുമില്ല. എനിക്കറിയില്ല യൂട്യൂബാണോ തേങ്ങയാണോന്നും. ഫസ്റ്റ് ഇവരെന്തെന്ന് പറഞ്ഞിട്ട് അഭിനയിപ്പിച്ചേ? ഫസ്റ്റ് വീട്ടില് നടക്കുന്ന ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയൂ. അന്ന് തൊള്ളേ തോന്നിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ അത് പിന്നെ ഒരു ആൾക്കാർ പുറത്തിറങ്ങിയപ്പോ ഉമ്മേനെ അറിയില്ല, ഉമ്മാന്റെ അടുത്ത് ആൾക്കാർ സെൽഫി എടുക്കുമ്പോ ഇങ്ങനെ പിന്നെ ആൾക്കാര് പറയാ ഫോണിലുണ്ട് അങ്ങനെ. അതായത് അറിയാത്ത ഒരാളെ ഇങ്ങനെ എന്താ വീഡിയോ എനിക്ക് മാലക്കടട്ടോ. ഞാൻ അധികം നടന്നിട്ടാ പോകത്തിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരാള് വന്നിട്ട് യൂട്യൂബിലുള്ള താത്തല്ലേന്ന് പറയുമ്പോ തല താറ്റി പോരും. അങ്ങനെ. ഇപ്പൊ നാണക്കേടാണോ? ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ ചോദിക്കുന്നു നാണക്കണം. നാണക്കേടാ? അതെന്താ? ഞാൻ തലതാത്തി പോവും. ആൾക്കാരെ ഇടയ്ക്ക് തല തോത്തി പോവും. നിങ്ങളിപ്പോ ഫേമസ് അല്ലേ? ഫേമസ് ആണെച്ചിട്ട് ഇപ്പൊ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞോളൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ അതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യ. ഉമ്മാക്കപ്പൊ ഇഷ്ടമുള്ള കാര്യം എന്താ? ഇഷ്ടമുള്ള കാര്യം ഒന്നുമില്ല. വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്നു ഇഷ്ടമല്ല. ഇങ്ങനെ നടക്കണം. കുറെ നടക്കും, കുറെ പണിയെടുക്കും. ചെറിയ വീട്ടിൽ പോവും, അവിടെ കുറെ പണിയെടുക്കും. വലിയ വീട്ടിലിരിക്കും, അവിടെ കുറെ പണിയെടുക്കും. സിനു വീട്ടില് പണിയൊക്കെ എടുക്കാറുണ്ടോ? കുക്ക് ചെയ്യുവോ? നെയ്ച്ചോറ്, ബിരിയാണി, അൽഫാമ് അതൊക്കെ ഉണ്ടാക്കും. സിനു ഉണ്ടാക്കുന്നതാണ് ഉമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം? രണ്ടു തിന്നല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പട്ടിണി ആവുമല്ലോ. രണ്ടും അടിപൊളിയാ. കൂടുതലായിട്ട് കുക്ക് ചെയ്യണ ഉമ്മയാണോ? ഉമ്മ ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടാക്കും, ഓളൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഉണ്ടാക്കും. അതായത് വെസ്റ്റേൺ എന്നല്ല, ബിരിയാണി ഐറ്റംസ് ഒക്കെ ഓള് നല്ല രീതിക്ക് ഉണ്ടാക്കലുണ്ട്. പിന്നെ ഒരു പൊട്ടിത്തെറിച്ചൊക്കെ ഓള് നല്ല ഉണ്ടാക്കും. ഇവര് തമ്മിൽ അടി ഉണ്ടാവാറുണ്ടോ ഉമ്മ? ഇവര് തമ്മില്? അല്ലല്ല, നൗഫലും രാവിലെ ചിലപ്പോ മൂത്തുക്കൊക്കെ നമുക്കറിയാം തെറ്റിയത്. രാത്രി അടിയായിരുന്നു ഒന്ന്. ആമിനാന്റെ കല്യാണം കഴിഞ്ഞ മനസ്സിലാക്കാതാണ് ഇങ്ങനെ അടി ഉണ്ടാകുന്നത്. ഞാൻ കല്യാണം കഴിക്കണോ? നീ കഴിച്ചോ? കഴിക്കണോ? അല്ല, കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലൊരു ഉപദേശം എന്താ തരും? ഇങ്ങനെ പോയാ നല്ലത്. കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. ഭർത്താവിന്റെ തോളുകടെ കൈയിട്ട് പോകണമെങ്കിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ കഴിക്കണ്ട. അല്ല, കഴിക്കണതായിരിക്കും ബെറ്റർ. വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്താണോ തോന്നുന്നത് അത് ചെയ്യാ. അല്ല അപ്പൊ ഞാൻ കഴിക്കണ്ട കഴിക്കാൻ നടക്കൊന്നുമില്ലല്ലോ. അതില്ല, കഴിക്കണം. ഒരു കുട്ടിയൊക്കെ ആയ ആ കുട്ടികൾക്ക് നമ്മൾ മരിക്കുമ്പോ എത്തിരിക്കാൻ ഒരാളുണ്ടാവുമല്ലോ. അതെ അതെ, അതാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കണം. കുട്ടിയില്ലാത്തോലും എന്താ ചെയ്യാ? കുട്ടിയില്ലാത്തോലും ഉണ്ടാവും. അങ്ങനെ പറയരുത്. നമ്മള് മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇടങ്ങാറാവുന്ന ആൾക്കാരാണ് അല്ലേ? ദത്തെടുക്കാലോ. ദത്തെടുത്താലും എന്താണെങ്കിലും അവനാന്റെ കുട്ടികൾ എന്ന് പറയുമ്പോ ഒരു തന്നെയല്ലേ.
ആണ്. എന്റെ കല്യാണത്തിൽ വിളിച്ച വരുവോ? തിരുവനന്തപുരത്തേക്കോ? തിരുവനന്തപുരം എവിടെ? നെടുമങ്ങാട്. ഓ, അവിടുന്ന് കുറച്ചുള്ളൂ. ചക്കര ചക്കരയോട് കുറച്ച് ആണോ? അപ്പൊ എന്റെ കടക്കലോ? ചക്കര കടക്കലാണ്. കടക്കല്. വരണ്ട് ഇൻഷാ അല്ലാ. ഉണ്ടാവോ? അതെന്താ അങ്ങനെ അല്ല, നേരത്തെ കഴിക്കണോന്ന് ചോദിച്ച ആളോട് കല്യാണം ഉണ്ടാവോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാലോ. അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിച്ചതാ. എക്സ്പീരിയൻസ് ഇപ്പൊ എല്ലാവർക്കും പല രീതിക്കാവും. മൂത്തോച്ചാണ്? ഞാൻ ഏറ്റവും ലാസ്റ്റാ. മൂത്തോളെ 4 പേരുണ്ട്. കല്യാണം കഴിഞ്ഞോ? 2 പേരുടെ കഴിഞ്ഞു. അവിടെ അടുത്ത് തന്നെ, കൊല്ലത്ത്. നാട്ടിൽ തന്നെ. ഇനി ഞാനും 2 പേരും കൂടി ഉണ്ട് കേട്ടാ. 4 പെണ്ണുങ്ങളാ? 2 പെണ്ണും 2 ആണും. ഒരാണിന്റെ ഒരു പെണ്ണിന്റെയും കഴിഞ്ഞു. ഇനി ഒരാണും ഒരു പെണ്ണും ഉണ്ട്. 2 ആളും കൂടി ഒപ്പം. ഒപ്പമല്ല. അപ്പൊ നേരത്തെ കല്യാണം കഴിക്കണോന്ന് ചോദിച്ചേ? കഴിക്കണമെന്നുണ്ട്. ആഗ്രഹമില്ലാതില്ല, സമ്മതിക്കുന്നില്ല. അല്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവൂലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ആരും അപ്പൊ അതിനൊക്കെ ഫോണൊന്നുമില്ല. ഫോൺ ഉണ്ടായ ആണുണ്ടാവും. ഫോൺ ഉണ്ടായ എന്തായാലും ഉറപ്പായി ഉണ്ടാവും. എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഉമ്മാക്ക് ഫോണില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതില് നമ്പർ അടിച്ച് എന്നെ വിളിക്കാൻ തന്നെ അറിയില്ല. മക്കളെന്നെ വിളിക്കാറില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ കുട്ടി വന്നു. അപ്പൊ ഇനി അവനെ നോക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വളർച്ചയിലാണ് ഇനി വീഡിയോസ് ഇനി വന്നോണ്ടിരിക്കുന്നത് അല്ലേ? വീഡിയോസ് മാത്രല്ലല്ലോ ജീവിതം. വീഡിയോസ് ഇടും നമ്മളെ ഒരു ഭാഗമായിട്ട്. വീഡിയോസ് ആണല്ലോ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോ ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഇടുന്നു എന്ന് മാത്രമല്ല, നമ്മള് നല്ലൊരു ഇതൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അതിനൊരു പരിധിയൊക്കെ ആകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ അത് നിർത്തുവോ? അങ്ങനെ പെട്ടെന്ന് നിർത്തുമൊന്നുമില്ല. കാരണം ഇത് വന്ന് നമുക്ക് മെന്റലി കുറെ കമന്റ്സ്, ബാഡ് കമന്റ്സ് വരുന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ബലമാണ്. അപ്പൊ പിന്നെ പെട്ടെന്നൊന്നും അങ്ങനെ നിർത്തി പോകൂല. യൂട്യൂബർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഓരോട് നിർത്തുകയാണെങ്കിൽ നമുക്ക് നിർത്താം. ഇപ്പൊ ടിക്ടോക്ക് വന്ന് പോയി, പെട്ടെന്ന് ബാൻ ചെയ്തു. ഞങ്ങൾക്കൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ മുഖം എന്തായാലും എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കുറച്ചെങ്കിലും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, തിരിച്ചറിയും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമാണ്. കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ നമുക്ക് കൂടെ അന്വേഷിക്കാനും കാണാനും വീഡിയോ കാണാനും ആസ്വദിക്കാനും പിന്നെ ഇവിടേക്ക് തന്നെ നമ്മളെ കാണാൻ ഒരുപാട് ആൾക്കാർ വരാനും ഒരു സന്തോഷമാണല്ലോ. പൈസ കൊടുത്താൽ കിട്ടാത്താണല്ലോ. വീഡിയോ ചെയ്തിട്ട് ഇങ്ങോട്ട് പൈസയും കിട്ടുന്നുണ്ടല്ലോ. വീട്ടിലെ അംഗങ്ങൾ കൂടി വരല്ലേ ഉമ്മ? അല്ലേ, ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുണ്ടോ? കൂടണം. കൂടിയില്ലെങ്കിൽ കൂട്ടണം. അപ്പൊ എന്തായാലും ഇനി മോന്റെ 1 വയസ്സ് അല്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേ കാര്യങ്ങള് അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. ആദ്യത്തെ ഒരു പെണ്ണിന്റെ വയസ്സ് ഞങ്ങൾക്ക് കിട്ടിക്കുന്നു ഇഷ്ടമാതിരി. ആദ്യത്തെ ഒരു മോളുടെ ഞങ്ങള് ബർത്ത്ഡേ നല്ല രീതിക്കാണ് നടത്തിയത്. അതിന് ഞങ്ങൾ ഇഷ്ടമാതിരി കിട്ടി. അതിന് നല്ല വെൽക്കമൻസ് വന്നായിരുന്നു. അതെന്താ? അല്ല, അത് നമ്മൾ വിചാരിച്ച് അതൊരു ഇവന്റുകാരാണ് അത് ഏറ്റെടുത്തത്. ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കൂടാ എന്ന് വിചാരിച്ച്. അന്ന് വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു, 2 പ്രോഗ്രാം. അപ്പൊ മൂപ്പരെ പ്രോഗ്രാം ഉഷാറാക്കിയപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്തായി, ആ ഒരു ഇതുമ്പാട് അതെല്ലാം ഒന്നാണ് ബർത്ത്ഡേ എന്ന് വിചാരിച്ച്. അത് ആ ഒരു ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ സത്യത്തിൽ ആഘോഷിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട്, ഒരു കപ്പിൾ ഷൂട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചിങ്ങനെ പോയതാണ്. മോളുടെ ഫസ്റ്റ് ഞങ്ങൾ കേക്ക് വരെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് നല്ല വെൽക്കമൻസ് ഉണ്ടായിരുന്നു. ചിലത് നമ്മൾ അറിയാതെ വരലുണ്ട്, കുറെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടലുണ്ട് കുറച്ചൊക്കെ. അപ്പൊ എനിവേ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇനിയും വൈറലായി ഒരുപാട് വലിയ ഇപ്പൊ എന്തായാലും ഹാപ്പിയാണ്. അതുപോലെ ഇനിയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനിയും ഒരുപാട് വലിയ നിലകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം.